السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. محمد أشرف الأعراب والعجم، محمد خير من يمشي على قدمه، محمد شكره فرض على الأمم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ അധ്യക്ഷൻ സിദ്ദീഖ് സാഹിബ് അവരുടെ സമാദരണീയനായ പ്രസംഗകനും സംഘാടകനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ നാട്ടിലേക്ക് ആയിരങ്ങളെ എത്തിച്ച് ആത്മീയതയുടെ നിർവൃതി ചൈതന്യമാക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പെരുമറ്റം ഉസ്താദ് അവറുകൾ, വേദിയിലിരിക്കുന്ന ആലിമീങ്ങൾ അബ്ബാസ് ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ, സദസ്സിലുള്ള പ്രിയപ്പെട്ട ഉലമാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന സഹോദര മതസ്ഥരായ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ്. എന്റെ ഒരുപാട് ഓർമ്മകളുടെ ചെപ്പുകൾ തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് മൂന്ന് പീടികയുടെ ഈ ചുറ്റുഭാഗത്തുള്ള മദാറിന്റെ പരിസരങ്ങളും ഒക്കെ. ഒരുപക്ഷെ എന്നെ ആദ്യമായി മൂന്ന് പീടികയിൽ പ്രസംഗത്തിന് ഒരു സ്റ്റേജിൽ കൊണ്ടുവരുന്നത് എന്റെ ബഹുമാന്യനായ സുഹൃത്തായിരുന്ന പവർ നസീറായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആ പ്രിയങ്കരനായ എന്റെ സ്നേഹിതൻ ബദർ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു അദ്ദേഹത്തിന്റെ വാപ്പയോടൊപ്പം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മയായി വരികയാണ്. യൂസുഫ് മുസ്ലിയാർ, അമ്മക്കുഞ്ഞ് ഹാജി, അതേപോലെ തന്നെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുള്ള, ഇവിടെ ഭക്ഷണം എടുത്ത് തന്നിരുന്ന നാസറിന്റെ ഭാര്യ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തന്നയച്ചിട്ടുണ്ട് ഞങ്ങൾ ഉസ്താദുമാർ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ആരുടെ പേരും വിട്ടുപോയി എന്ന് കരുതണ്ട, ഒരുപാട് പേരുകൾ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് പാതിരാത്രി വരെ നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു പ്രസംഗമല്ല. നമുക്കൊരു 10-10:15 ദുആയോടുകൂടി അവസാനിക്കത്തക്ക വിധത്തിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എന്റെ ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ട് ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞ് കാണുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ 10 വയസ്സ് കൂടി എനിക്ക് കൂടി, നിങ്ങൾക്കും 10 വയസ്സ് കൂടിയിട്ടുണ്ട്.
ആ 10 വയസ്സ് കൂടിയതിൻ്റെതായ ശബ്ദ വ്യത്യാസങ്ങളും ശൈലി വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിലും എന്റെ സ്നേഹനിധികളായ, എനിക്ക് പ്രോത്സാഹനം ചെയ്തു തന്നിട്ടുള്ള എന്റെ ഗുണകാംക്ഷികളായ നിങ്ങൾ എപ്പോഴും അത് സഹിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന സബ്ജക്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സയന്റിഫിക്കൽ സബ്ജക്റ്റിന്റെ ആവശ്യമില്ല. കാരണം ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവനെ സ്മരിക്കുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ജീവിതത്തെയും അവിടുത്തെ സന്ദേശത്തെയും ആ ജീവിത സന്ദേശത്തെ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന ഒരു ചർച്ചയാണിത്. ഞാനിത് പറയുമ്പോൾ വേദനയോട് 1-2 കാര്യം പറയട്ടെ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരന്റെ പ്രസംഗം കേട്ടു. കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളാണ്. ആൾക്കൊരു ജുബ്ബയുണ്ട്, ഒരു വലിയ താടിയൊക്കെ ഉണ്ട്. അദ്ദേഹം പ്രസംഗിച്ച് ഇങ്ങനെ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സുഹൃത്തും പ്രവാചകന്റെ ശിഷ്യന്മാരിൽ 2ാം സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖുറാഫി ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ കുറച്ചു നേരം ഖുറാഫിയായി മാറി എന്നൊരു വാക്ക് അയാൾ ഉപയോഗിച്ചു. ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ താങ്കൾ ഖുറാഫി എന്ന് വിളിച്ചെങ്കിൽ, അദ്ദേഹത്തോടൊപ്പമുള്ള ആൾക്കാർ വിളിച്ചെങ്കിൽ, ആ ഉമറിനെ വിശ്വസിച്ച ഞങ്ങൾ 100% ഖുറാഫികൾ തന്നെ. ഒരു തർക്കമില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, അതിന്റെ ഉസൂൽ അറിയില്ല. ഇവരൊക്കെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു പാറപ്പണിക്കാരനാണ്. ജുബ്ബയിട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയെ വിമർശിക്കാൻ കിട്ടിയ സമയങ്ങളിൽ വിമർശിക്കുന്ന ഒരു പതിവാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. ഇങ്ങനെയുള്ള പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ മൊയ്തീൻകുട്ടി ഉസ്താദിന്റെ പെരുമറ്റത്തിന്റെ പ്രസംഗത്തിന്റെ ഉദ്ഘാടനത്തിൽ തന്നെ ഹൃസ്വമായി അദ്ദേഹം ഖുർആന്റെയും മുസ്ലിമിന്റെയും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. ആർക്കും തർക്കമില്ല. 91 വയസ്സ് വരെ മഹാനുഭാവൻ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം. ഹിജ്റ 470 മഹാനുഭാവൻ ജനിക്കുന്നു. ഹിജ്റ 560 അല്ലെങ്കിൽ 561 ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പരലോകം പോകുന്നു. 90 അല്ലെങ്കിൽ 91 വയസ്സാണ് മഹാനുഭാവന്റെ പ്രായം. ഇതൊരു ചരിത്രമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കേരളീയർക്ക് വളരെയധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പരിചയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീമാലയാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാണ് മുഹീദ്ദീമാല. അത് മുസ്ലിങ്ങൾ മാത്രമല്ല മുഹീദ്ദീമാല പരിശോധിക്കുന്നത്. നിങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ മലയാള സാഹിത്യ വിഭാഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന MAക്കും BAക്കും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോട് ചോദിച്ചാൽ അവര് പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിലും അവര് പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ PG എടുക്കാനും അതേപോലെ തന്നെ ഡോക്ടറേറ്റ് എടുക്കുവാനും വേണ്ടി മലയാള സാഹിത്യത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു രചിച്ച കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ രചിച്ച മുഹീദ്ദീമാലയാണ് കണ്ടുകെട്ടിയ ആദ്യത്തെ മലയാള മനോഹരമായ 100-300 വർഷങ്ങൾക്ക് മുമ്പ്. കൃത്യമായ വർഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അത്രയും പ്രശസ്തമായ വരികൾ അന്നു മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനഃപ്പാഠമാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വരികളിലൂടെ മനസ്സിലാക്കി. ബാബാ മുദുഗിലും കുതുബായി വാളോ വാനം മവേലോ കേളെ മികത്തോ. എത്ര പേർക്ക് ഞാൻ ചൊല്ലുന്നതിനേക്കാൾ ഭംഗിയായി ചൊല്ലാൻ അറിയുന്ന സഹോദരിമാരുണ്ട് ഇവിടെ.
പ്രായം ചെന്നവരുണ്ട്, എത്രയോ പേർക്ക് അത് മനഃപ്പാടമാണ്. അല്ലാഹ് തേരെ പേരോ തുലയും സലവാത്തോ അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മുഹീദ്ദീൻ മാല എന്ന ആ സാഹിത്യവും അതിന്റെ ആത്മീയ വശവും നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, മഹാനുഭാവൻ ജനിക്കുന്നത് ഇറാന്റെ ഒരു ഭാഗമാകുന്ന ജീലാനിയിലാണ്. അദ്ദേഹത്തിന് ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അത്ഭുതം. റമദാൻ മാസത്തിൽ മുലപ്പാല് കുടിക്കില്ലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, കുട്ടിയായിരിക്കുമ്പോ. ചിലർക്ക് സംശയം വരെ അങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് ചർച്ച ചെയ്യാം. റമദാൻ മാസത്തിൽ പകൽ സമയത്ത് മുലപ്പാല് കുടിക്കില്ലായിരുന്നു. ഇത് മാതാവിന് അത്ഭുത. ഇതെന്റെ ഫാത്തിമ എന്നാണ് മാതാവിന്റെ പേര്. ആ കാലഘട്ടത്തിൽ റമദാന്റെ 30 പൂർത്തീകരിച്ചു. 29ന്റെ അന്ന് നിലാവ് കണ്ട് ഒരു സ്ഥലത്ത് പെരുന്നാളും ഒരു സ്ഥലത്ത് പെരുന്നാൾ അല്ലാതെയും ഞങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല, അത് കണ്ടതായി ഉറപ്പില്ല എന്ന് പറഞ്ഞ് രണ്ട് ഭാഗത്ത് തർക്കമുണ്ടായപ്പോൾ അന്ന് പെരുന്നാളാണോ അതല്ല റമദാനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തത്, ഇന്ന വീട്ടിലൊരു കുട്ടിയുണ്ട് ഫാത്തിമ എന്ന മഹദി പ്രസവിച്ചൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് പകൽ സമയത്ത് റമദാനിൽ മുലപ്പാല് കുടിക്കാറില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് മുലപ്പാല് പകൽ കുടിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി ഒരാൾ പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോ പകൽ ആ സമയത്ത് കുട്ടി മുലപ്പാല് കുടിക്കുന്നില്ല. ഉടനെ വന്ന് പറഞ്ഞു, എങ്കിൽ നിലാവ് കണ്ടു എന്ന് പറഞ്ഞത് സൂക്ഷ്മത കുറവാണ്, ഇന്ന് റമദാൻ 30 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലെ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള കറാമത്ത് കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ റമദാനിന്റെ 30 എന്ന് പറയുവാൻ അന്നത്തെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ അറിയാം. ഇവിടുത്തെ 91 വർഷത്തെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ആ മഹാനുഭാവന്റെ ജീവിതം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് ഇൻഷാ അല്ലാഹ് എന്റെ ചെറിയ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, കുട്ടിയാവുമ്പോഴൊക്കെ എങ്ങനെ അത്ഭുതപ്പെടാറുണ്ടോന്നാ പറയാം. നിങ്ങൾ ഫലസ്തീനിൽ പോയിട്ടില്ലേ? ഒരുപാട് കുഞ്ഞു മക്കൾ മരിച്ചു വീഴുന്ന ഫലസ്തീനിൽ അവിടെ യെരൂശലേം എന്ന് വിളിക്കപ്പെടുന്ന ജെറൂസലേം ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ 3 മെഹ്റാബാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 2 പ്രാവശ്യം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എനിക്കൊരു തൗഫീഖ് അല്ലാഹു തന്നിട്ടുണ്ട്. മഹമൂദിയായിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായ യൂസുഫ് മുസ്ലിയാർ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 45 പേര് ഫലസ്തീനിലും ഈജിപ്തിലും പോകുന്നു, ജോർദാനിലും പോകുന്നു. ഞങ്ങൾക്കൊരു ചരിത്ര അധ്യാപകനായ ഒരു ഗൈഡായി ഞങ്ങളോടൊപ്പം വരാൻ കഴിയുമോ? കൊടുങ്ങല്ലൂർ ക്രിയേറ്റീവ് ട്രാവൽസ് ആയിരുന്നു ആ ടൂർ പാക്കേജ് ഓപ്പറേറ്റ് ചെയ്തത്. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായി. അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ടിക്കറ്റിന്റെ പൈസ വേണ്ട, ഞാൻ അവിടെ ചെന്ന് വിശദീകരിച്ചാൽ മതി. അങ്ങനെ ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ജെറൂസലേമിൽ അവിടെ ചെന്നു. അതായത് ബൈത്തുൽ മുഖദ്ദസിൽ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിൽ ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 3 മെഹ്റാബ. നമ്മുടെ ബദർ പള്ളിയിൽ ഒരു മെഹ്റാബേ ഉള്ളൂ. എന്നാൽ 3 മെഹ്റാബാണ് ആ പള്ളിയിൽ. അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കും. അതിലൊരു മെഹ്റാബ് ഏതാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മെഹ്റാബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഈ ആയത്ത് മെഹ്റാബിൽ എഴുതി വെച്ചിരിക്കുന്നു. അതൊന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ കറാമത്തുണ്ടാകുമോ എന്ന് നിന്റെ തെളിവ്. അർത്ഥം പറയാ ഞാൻ. പിന്നെ വേറെ ഒരു മെഹ്റാബ് ഏതാണെന്നറിയോ? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മെഹ്റാബാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആയത്ത് ഏതാണെന്നറിയുമോ? സുബ്ഹാനല്ലദീ
أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. പരിശുദ്ധ മക്കയിലെ ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് തൗറാത്തിൽ എഴുതി വെക്കപ്പെട്ട, ഇൻജീലിൽ കുറിച്ചു വെക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായിലിന് വേണ്ടി കൊണ്ടുപോയ ആ ഇസ്രായിലെ വിശദീകരിക്കുന്ന, അവിടെ നിന്ന് മെഹ്റാജിലേക്ക് പോയ മെഹ്റാജിനെ വിശദീകരിക്കുന്ന ആയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന മെഹ്റാബിൽ നിങ്ങൾക്ക് കാണാം. ഒരു മെഹ്റാബുണ്ട്, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്നോട്. ആ മെഹ്റാബിന്റെ പേരെന്താണെന്നറിയുമോ? മെഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേരാണ് ഉമറിന്റെ ഒരു മെഹ്റാബ്. ഞാൻ നോക്കിയപ്പോ പലരും അവിടെ നിന്ന് കരയുന്നുണ്ട്. ആരുടെ മെഹ്റാബിൽ? ഉമറിന്റെ മെഹ്റാബിൽ. ഈ രീതിയിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനോ കഴിയില്ലടോ, പ്രസവിക്കുവാൻ ഒരു പെണ്ണിനോ. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ ഒരു പൊന്നുമോനെ മുളപ്പിക്കാൻ ഒരു മണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഹ്റാബിൽ വെച്ചുകൊണ്ട് കുത്തേറ്റപ്പോ, മോഹാലസ്യപ്പെട്ട് മറിഞ്ഞു വീണപ്പോൾ മകൻ അദ്ദേഹത്തെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയത്രേ. ആ വീട്ടിൽ നിന്ന് ഓർമ്മ വന്നപ്പോ ആദ്യം ചോദിച്ചു, നിങ്ങൾ ആ നിസ്കാരം എന്താണ് ചെയ്തത്? അത് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ചു. പെട്ടെന്ന് ബോധം പോയപ്പോ കുറെ നേരം കഴിഞ്ഞ് ബോധം കിട്ടി തിരിച്ചു വന്നപ്പോൾ ഒരു വൈദ്യൻ വന്ന് പരിശോധിക്കാൻ, നെഞ്ചിലൊരു കുത്തേറ്റിട്ടുണ്ട്, പുറകിലൊരു കുത്തേറ്റിട്ടുണ്ട്, വയറിന്റെ ഭാഗത്ത് ആഴത്തിലൊരു മുറിവേറ്റിട്ടുണ്ട്. വൈദ്യൻ പരിശോധിച്ച് പറഞ്ഞു, മൂന്നാമത്തെ മുറിവാണ് അപകടത്തിന്റെ മുറിവ്. എന്തെങ്കിലും നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു വൈദ്യൻ തിരിച്ചു പോയപ്പോൾ, കട്ടിലിന്റെ താഴെ എന്നെ കിടത്തോ, എന്നെ കട്ടിലിൽ നിന്ന് ഇറക്കി കിടത്തോ എന്ന് പറയുകയും കട്ടിലിന്റെ താഴെയൊക്കെ ഇറക്കി കിടത്തിയിട്ട് ഇഴഞ്ഞിഴഞ്ഞു വന്നിട്ട് നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ പോലും കഴിയാത്ത ഒരു മഹാനുഭാവൻ കമഴ്ന്ന് കിടന്ന മണ്ണിൽ സുജൂദ് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, റബ്ബേ, നാളെ മഹിശറിൽ വെച്ച് നീ എന്നോട് കണക്ക് ചോദിക്കല്ലേ റബ്ബേ. ഉമർ അല്പം പരുഷ പ്രകൃതിക്കാരനാണ്. നിന്റെ ഖുർആനും നിന്റെ റസൂലിന്റെ ചര്യയുമാണ് ഉമർ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ പരുഷനാണെന്ന് പറഞ്ഞേക്കാം. അല്ലാഹുവേ, ഉമർ പാപമാണ്, മാപ്പ് തരണേ എന്ന് പറഞ്ഞ് മണ്ണിൽ കമഴ്ന്ന് കിടന്ന് കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മെഹ്റാബാണത്. എന്താ അങ്ങനെ മെഹ്റാബ് വന്നത്? എപ്പോഴെങ്കിലും ചോദിക്കും, മുഹീദ്ദീൻ ശൈഖുമായിട്ട് എന്താ ബന്ധം? ആ കറാമത്ത് സ്ഥിരീകരിക്കാൻ ആയത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ നേരം പിന്നെ മനസ്സിലായി വഫാത്താകുമെന്ന്. എപ്പോഴാ പറഞ്ഞത്? മോനെ അബ്ദുള്ള, ആയിഷ ബീവിയോട് പറയോ, എനിക്കൊരു ഖബർ കുഴിക്കാൻ, അവരുടെ വാപ്പ കിടക്കുന്ന, അവരുടെ റസൂൽ, അവരുടെ വാപ്പയും അവരുടെ ഭർത്താവും കിടക്കുന്ന ആ മണ്ണിൽ ഉമറിന് ഒരു ഖബർ കുഴിച്ചു തരാൻ പറയുമോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോ അനുവാദം ചോദിച്ചാൽ ഉമറിന് അവിടെ ഖബർ കുഴിക്കണം. എന്നിട്ട് പറഞ്ഞു, ഖബർ കുഴിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലഭാഗത്ത് തല വരാത്ത വിധത്തിൽ അബൂബക്കറെ ചുമലിന്റെ ഭാഗത്ത്, നബിയുടെ ചുമലിന്റെ ഭാഗത്താണ് തലയുടെ ഭാഗം വെക്കാൻ നിർദ്ദേശിച്ചിട്ട് വഫാത്തായതെങ്കിൽ ഉമർ പറയുന്ന വസിയ്യത്ത്, ഉമറിന്റെ ശിരസ് വരേണ്ടത് അബൂബക്കറിന്റെ ചുമലിന്റെ ഭാഗത്തായിരിക്കണം എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് നിന്ന് വിട പറഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് AD 634 ബൈത്തുൽ മുഖദ്ദസ്, ഇന്നത്തെ ജെറൂസലം പിടിക്കുന്നത് ഉമറാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം വന്ന് കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്ത മിഹ്റാബാണ് ബൈത്തുൽ മുഖദ്ദസിലെ ഈ മിഹ്റാബ്. AD 634 അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ഈ സക്കറിയ മിഹ്റാബിൽ എഴുതിയ ആയത്ത് എന്താണ്? അവിടെ ഒരു പെണ്ണ് വളർന്നു,
അവിടെ ഒരു പെണ്ണ് വളർന്നു. സക്കറിയ നബിയുടെ അധീനതയിൽ ഒരു കൊച്ചു പെണ്ണ്, അവരുടെ പേരാണ് മറിയം. മറിയം റളിയല്ലാഹു അൻഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا. മറിയമിന്റെ ഉമ്മ സന്താനങ്ങളെ ആഗ്രഹിച്ചു. ഒരുപാട് പ്രായമായപ്പോൾ അവര് ദുആരുന്നു. ഹന്നത്ത് എന്നാണ് അവളുടെ പേര്. അല്ലാഹുവേ, എനിക്കൊരു കുഞ്ഞിനെ നീ നൽകണമേ. അങ്ങനെ നൽകിയാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ, പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായി ഞാൻ അങ്ങനെ നിശ്ചയിച്ചേക്കാം. പക്ഷേ അവർക്ക് അല്ലാഹു ഗർഭം നൽകി. പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ ഹന്നത്ത് പ്രസവിച്ചത് ബഹുമാനപ്പെട്ട ബീവി മറിയമിനെയാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവര് പറഞ്ഞു, പടച്ചവനെ, ഞാൻ പ്രസവിച്ചത് പെണ്ണിനെയാണല്ലോ. അല്ലാഹുവേ, പെണ്ണിനെ പോലെയാണല്ലോ ആണിനെ പോലെയല്ലല്ലോ പെണ്ണെന്ന് പറഞ്ഞു കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അത് കണ്ട ബഹുമാനപ്പെട്ട സക്കറിയ നബി, അവരുടെ സഹോദരി ഭർത്താവാണ്. അദ്ദേഹം അന്ന് ആ പള്ളിയിലെ ഇമാമാണ്. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധീനതയിലാണ് മറിയം ബീബി വളരുന്നത്. അങ്ങനെ മറിയം ബീബി സക്കറിയ നബിയുടെ അധീനതയിൽ വളരുമ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയോട് ചേർന്ന് അവിടെ സക്കറിയ നബി അലൈഹിസ്സലാം ഒരിക്കൽ കടന്നു ചെന്നപ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കറിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ടേബിളിന്റെ പുറത്ത് ധാരാളം പഴവർഗ്ഗങ്ങൾ കാണുകയാണ്. ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഭക്ഷണങ്ങൾ കാണുകയാണ്. ചോദിച്ചു, ഖുർആൻ, ഇത് പരിശുദ്ധ ഖുർആനാണ്. ആല ഇംറാൻ സൂറയിൽ കാണാം. അപ്പോൾ സക്കറിയ നബി ചോദിച്ചു, യാ മറിയമു അന്നാ ലക്കി ഹാദാ, നിനക്ക് എവിടെ കിട്ടിയത്? നിനക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം അറിയാതെ ഒരു ഉറുമ്പ് പോലും അങ്ങോട്ട് കയറൂല. അദ്ദേഹം അറിയാതെ ഒരാൾക്കും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. നിങ്ങൾ ആ സ്ഥലത്ത് പോയാൽ കാണാം, 35 ഏക്കർ സ്ഥലത്താ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. 35 ഏക്കർ സ്ഥലം. ജൂതന്മാർ അതല്ലേ ഇത് കണ്ടേ? ആ സ്ഥലത്ത് 65,000 അല്ലെങ്കിൽ 70,000 ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചെന്ന ഔദ്യോഗിക കണക്ക്. 1099 70,000 മുസ്ലിമീങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിൽ 35 ഏക്കർ സ്ഥലത്ത് പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. 1099 ഏടിയിൽ കുരിശുയുദ്ധ സമയത്ത് 1184 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് തിരിച്ചു പിടിച്ചു. അതാണ് സലാഹുദ്ദീന്റെ മെഹ്റാബ്. മിമ്പറും അത് തന്നെയാണ്. 1184 തിരിച്ചു പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുമ്പിൽ 90,000 വരുന്ന ശത്രുക്കൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടിയ സ്ഥലമാണ് അവിടെ. നിങ്ങൾ മിൽസിന്റെ വാല്യൂസിനെയൊക്കെ വായിക്കാൻ നിങ്ങൾക്കറിയാം. അതിനകത്തുണ്ട് എണ്ണങ്ങളിൽ വ്യത്യാസമല്ലോ. എത്ര പേര് മരിച്ചു എന്നൊക്കെ ചരിത്രപരമായി 70,000 പേര് മരിച്ചെന്നാണ്. അപ്പോ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ എന്താ പറഞ്ഞ എന്നോട്? രക്ഷപ്പെടുത്തണേന്നോ? 70 അല്ലെങ്കിൽ 19 വർഷത്തിന് മുമ്പ് ഈ പള്ളിക്കകത്ത് 70,000 പേര് മരിച്ചു വീണില്ലേ? മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പൊക്കി കാണിച്ചല്ലേ ഉപദ്രവിക്കരുത് എന്ന്? ചുമച്ച് രക്തം തുപ്പുന്ന ഒരുപാട് പാവങ്ങളെ കാണിച്ചല്ലേ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന്? കാല് നടന്നു പോയാൽ മുട്ടിന്റെ ഭാഗം വരെ ചോരയായിരുന്നില്ല ഈ പള്ളി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസ് പള്ളി. ലോക ചരിത്രം എഴുതിയ മിൽസ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മാതൃകാ പുരുഷനെ ലോകം കണ്ടിട്ടില്ലെന്നാണ്. അവർക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ബദർ യുദ്ധത്തിൽ കഴിഞ്ഞിട്ട് ബന്ദികൾക്ക് കൊടുത്ത റസൂലിന്റെ മാപ്പാണ് സലാഹുദ്ദീന് പ്രചോദനം കൊടുത്തത് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹ് ഇസ്രാ നടത്തിയ പള്ളിയുടെ അടുത്താണ് ഈ മെഹ്റാബ് ഉള്ളത്. നബിയുടെ വരുന്നതിന് മുമ്പാണ്, റസൂലുള്ളാഹ് ജനിക്കുന്നതിന് മുമ്പാണ്, മുഹമ്മദ് മുസ്തഫ ഭൂജാതനാകുന്നതിന്റെ 500 വർഷം മുമ്പാണ് സക്കറിയ നബി കടന്നു ചെന്നപ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കറിയൽ മെഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ.
നിങ്ങൾ ഏത് തഫ്സീർ എടുത്തോ, അബ്ബാസ് ഉസ്താദൊക്കെ ഉണ്ട്, റാസി, ബൈലാവി, ഖുർത്തുബി, സമഖ്ശരി, ഏത് കിതാബ് എടുത്തോ അതിനകത്ത് എന്തായിരുന്നു? ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ. قال زكريا ചോദിച്ചു അലൈഹിസ്സലാം, യാ മറിയം അന്നാ ലകി ഹാദാ, എവിടെ നിന്ന് കിട്ടി നിനക്കിത്? ഖാലത ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്ക് എന്റെ പടച്ചോനിൽ നിന്ന് കിട്ടിയതാണ്. പെണ്ണാണ്. 1.25 ലക്ഷം നബിമാര് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു പെണ്ണ് നബിയായി വന്നിട്ടില്ല, ചരിത്രത്തിൽ തെളിവില്ല. ഖുർആനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് നബിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 25 നബിമാരുടെ പേര് ഖുർആനകത്തുണ്ട്. അതിനകത്ത് ഒരു നബിയുടെ പേര് പെണ്ണിൻ്റെതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പെണ്ണായ ഒരു പെണ്ണ് നബി അല്ലാതിരുന്നിട്ടും വലിയതായപ്പോൾ, അവർ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ, ആ മറിയം താമസിക്കുന്ന മെഹ്റാബിനകത്ത് പഴവർഗ്ഗങ്ങൾ കൊടുത്തു എന്ന് ആലിമ്രാൻ എന്ന ആയത്തിൽ, ആലിമ്രാൻ എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയെങ്കിൽ, ആ സക്കറിയാ നബിയേക്കാൾ ശ്രേഷ്ഠവാനായ ഈ പ്രപഞ്ചമാകുന്ന പനനീർ പൂവനം വസന്തത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ അല്ലാഹു നൽകിയ വസന്തമേ, വസന്തോത്സവമേ, വസന്തത്തിൽ വിരിഞ്ഞ പൂവേ, പൂവിൽ വിരിഞ്ഞ ആനന്ദമേ, ആനന്ദത്തിൽ വിരിഞ്ഞ പരമാനന്ദമേ, പരമാനന്ദത്തിൽ വിരിഞ്ഞ കുസുമമേ, കുസുമത്തിൽ വിരിഞ്ഞ നിലാവേ, മാനത്തിന്റെ ചമപ്പേ, അമ്പളയുടെ നിലാവേ, സാഗരത്തിന്റെ സംഗീതമേ, ലോകത്തിന്റെ അനുരാഗമേ, മദീനയുടെ മന്ദമാരുത, മക്കയുടെ മണവാള, ആമിനായുടെ കൺമണി, അബ്ദുല്ലാന്റെ പൊന്മണി, അറബികളുടെ കണ്ണിന്റെ കൃഷ്ണമണി, മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ റഹ്മത്തുൽ ലിൽ ആലമീൻ, റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജീലാനിയിൽ ജനിച്ച മുഹീദ്ദീൻ ശൈഖ് എന്ന അബ്ദുൽ ഖാദിർ, ചെറിയ പ്രായത്തിൽ മുല കുടിക്കാതെ ആ കറാമത്ത് ഏറ്റവും ശ്രേഷ്ഠവാനായ മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതും നബിയുടെ ഉമ്മത്തുമായ 2 ഫളലുള്ള ആളാണ് മുഹീദ്ദീൻ ശൈഖ്. ആ കണക്കിന് നോക്കിയാൽ അതുകൊണ്ട് മറിയമിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയായേക്കാൾ അല്ലാഹു ആദരിച്ച നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ ഖുർആൻ അങ്ങനെ കറാമത്ത് ഉണ്ടാകുന്നതിനെ സ്ഥിരപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ പരിശോധിക്കൂ. ചെറുപ്പക്കാരൊന്നും സുന്നത്തെ ജമാഅത്തിന്റെ പാത വിട്ടു പോകരുത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹിനെ ഒരു പോസ്റ്റ്മാനാക്കിയേക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ പറഞ്ഞു മുഹമ്മദ് ഒരു പോസ്റ്റ്മാനാ, ജിബ്രീൽ കൊടുത്തു കൊണ്ടുവന്ന് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മൂപ്പരിങ്ങനെ, മൂപ്പർക്ക് 49 മക്കളുണ്ടായിരുന്നു എന്നാണ് അഭിപ്രായത്തിൽ. ആ കാലഘട്ടത്തിൽ അതിലൊരാള് ഒരു കച്ചവടത്തിന് വേണ്ടി പോകുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനും ഒരു സംഘവും കൂടി ഒരു ബിസിനസ് ആവശ്യാർത്ഥം പുറത്തേക്ക് പോവാണ്. കപ്പലിൽ കയറി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ദർശനത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു വാർത്ത വരുന്നു. കപ്പല് കടലിൽ വെച്ച് കാറ്റിൽപ്പെട്ട് വെള്ളത്തിൽ അഴുതുപോയി. ജനങ്ങളൊക്കെ മരിച്ചുപോയി എന്നൊരു വാർത്ത. കപ്പൽ അന്ന് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ കടൽ ഭയങ്കര കടലല്ലേ. അപ്പൊ വിവരമറിഞ്ഞ ആള് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കാണാൻ വന്നു. ഗൗസുൽ ആദമിനെ കാണാൻ, മുഹീദ്ദീൻ ശൈഖിനെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ മകനാണ്, ഗൗസുൽ ആദമിന്റെ മകനാണ്. മരിച്ചു. വാർത്ത മൊത്തം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ശൈഖ് തിരിഞ്ഞു നിന്നു. വഅലൈക്കും സലാം. എന്തേ മകൻ കപ്പലപകടത്തിൽ ഒരു സംഘത്തോടൊപ്പം മരണപ്പെട്ടു. ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. സാധാരണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ പറയണ്ടേ? കുറെ ആഴ്ചകൾ കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞയാളിന് അതൊരു അത്ഭുതമായി. പിന്നെ തിരിച്ചത് ചോദിക്കാൻ നിന്നില്ല. അയാൾ പോയി ആ വാർത്ത അറിയിപ്പിച്ചിട്ട് പോയി.
കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ കപ്പലിൽ ആരും മരിച്ചിട്ടില്ല എന്നും ഒരു ദ്വീപിൽ അകപ്പെട്ടെന്നും അവിടെ എല്ലാവരും സുരക്ഷിതരാണെന്നും വാർത്ത അറിഞ്ഞ് മരിച്ചു എന്ന് മുമ്പ് വന്ന് വാർത്ത കൊടുത്ത ആൾ തന്നെ വന്നു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. ഉസ്താദേ, അന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, ആൾക്കൊന്നും പറ്റിയിട്ടില്ല, അൽഹംദുലില്ലാഹ് അപ്പോഴും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആദ്യം നിങ്ങളോട് പറഞ്ഞപ്പോ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എന്നല്ലേ പറഞ്ഞത്, പിന്നെന്തേ അങ്ങനെ പറഞ്ഞു? എന്താണ് ഒരു മരണ വാർത്ത കേട്ടപ്പോ ആദ്യം പറഞ്ഞെന്താ അറിയാം? ശ്രദ്ധിച്ചോളേ, അവരൊക്കെയാണ് മഹാന്മാരെന്ന് പറയുന്നത്. യാ ബുനയ്യ ത്വഹിർ ഖൽബക മിൻ ഗൈരില്ലാഹ്, ഏ പൊന്നുമോനെ, അല്ലാഹു അല്ലാത്തതൊന്നും നിന്റെ ഖൽബിൽ വേണ്ട. അൽ ഖൽബു, ഖൽബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വീടാണ്. ആ വീടാണ് അല്ലാഹുവിന്റെ വീടാണ് ഖൽബ്. ആ റബ്ബിനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോ എന്റെ മകൻ മരിച്ചു എന്ന വാർത്തയുമായി നീ വന്നപ്പോ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, റബ്ബേ, ഇതൊരു ദുഃഖ വാർത്തയാണ്. ആ വാർത്ത കൊണ്ട് നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് കുറവ് സംഭവിച്ചോ എന്ന് ഞാൻ എന്റെ ഖൽബിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ കുറവ് വന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യം വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ആരാ പറഞ്ഞത്? ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറ. ഖൗസുൽ അഅ്ലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതായത് പെർഫെക്റ്റ് ആണ് ഖൽബ് എന്ന് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മഹ്ശറ എന്നൊരു ദിവസം വരാനുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ, നിന്റെ പണം അവിടെ ഉപകരിക്കുകയില്ല. വലാ ബനൂൻ, നീ കവള തുമ്മ കൊടുത്തുകൊണ്ട് സ്കൂളിലേക്കും മദ്രസയിലേക്കും പറഞ്ഞയച്ച നിന്റെ മകനുണ്ടല്ലോ, പെരുന്നാളിന് പുതിയ ഡ്രസ് വാങ്ങി കൊടുത്ത നിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, നീ നല്ല നിലയിൽ അവനെ വളർത്തിയല്ലെങ്കിൽ നിന്റെ മകളെ നല്ല നിലയിൽ വളർത്തി അവളും അല്ലെങ്കിൽ അവനും നിന്റെ സമ്പത്തും നിനക്ക് ഗുണം ചെയ്യുകയില്ല. ഇല്ലാമൻ ഒരുത്തനൊഴികെ അല്ലാഹുവിന്റെ അടുത്ത് അവൻ എത്തുകയാണ്. ബിഖൽബിൻ സലീം, രക്ഷ പ്രാപിച്ച ഹൃദയത്തോടെ, സലീമായ ഹൃദയത്തോടെ അല്ലാഹുവിനെ ആര് കണ്ടുമുട്ടിയോ അല്ല മാത്രമാണ് മനസ്സിനകത്തെ വിചാരം. അത് കഴിഞ്ഞുള്ള മുഹമ്മദ് മുസ്തഫ, അത് കഴിഞ്ഞുള്ള മാതാപിതാക്കൾ, അത് കഴിഞ്ഞുള്ള ഉസ്താദുമാര്, ആ സ്ഥിതിയിലേക്ക് ഒന്നാം സ്ഥാനം അല്ലാഹുവിന് കൊടുത്തവനാരോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അങ്ങനെയുള്ളവർക്കാണ് പരലോകത്തിൽ വിജയമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫാന്റെ പേരക്കിടാവായ ഫാത്തിമാന്റെ പൊന്നുമോൻ അബൂ മൂസ എന്നവരുടെ പൊന്നുമോൻ ഗൗസുൽ അഅ്ലം സുൽത്താനുൽ ആരിഫീൻ ശൈഖ് സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഖൽബ് ബൈത്തുല്ലാഹ്, ഖൽബ് അല്ലാഹുവിന്റെ വീടാണ്. യാ ബുനയ്യ തഹിർ ഖൽബക ഗൈറുല്ലാഹ്, അല്ലാഹു ഒഴികെ ഉള്ളത് കൊണ്ട് നിന്റെ ഖൽബിനെ ശുദ്ധീകരിക്കൂ എന്ന് പറഞ്ഞത് ഖൽബിൽ ആവാഹിച്ചെടുത്ത ശൈഖാണ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മുടെ മനസ്സിനകത്ത് എത്ര ചിന്ത വരും. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ തന്നെ എന്റെ ചിന്ത പലർത്തുമ്പോൾ നാളെ എനിക്ക് എന്റെ ജോലി ആലപ്പുഴ പള്ളിയിൽ ജീനാനി അനുസ്മരണമാണ്. 21-ാം തീയതി എനിക്കൊരു പള്ളിയുണ്ട് നാട്ടിൽ. അല്ലാഹു അതൊക്കെ നമ്മുടെ പള്ളികളൊക്കെ ബർക്കത്താക്കട്ടെ. എന്റെ പ്രദേശത്ത് അതിന്റെ പുറം പള്ളിയിലുള്ള ടൈൽസ് തന്നത് ബഹുമാന്യനായ എമറാൾഡിന്റെ മുതലാളി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് സാഹിബാണ്. ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ അല്ലാഹു അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ബിസിനസ്സിലോ മറ്റോ എന്തെങ്കിലും കണ്ണേറോ വലാ മുസീബത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നല്ല നിലയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഇനി അല്ലാഹു വർദ്ധിപ്പിച്ചു. അത് പുറത്തെ ടൈൽസ് അതാണ്. ഒരുപാട് പേര് സുജൂദ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഇനി അടുത്ത പണി വരുമ്പോൾ ബാക്കി ടൈൽസ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അല്ലാഹു ബർക്കത്ത്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അവർക്ക് കടങ്ങളൊക്കെ തീരണം. ചില ബിസിനസ്സുകാരല്ല, അവർക്ക് ഒരുപാട് റോളിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഖൽബാണ്. എന്റെ മനസ്സ് തന്നെ പോയില്ലേ? ഇങ്ങനെ മുമ്പിൽ പ്രസംഗിക്കുന്ന എന്റെ മനസ്സ് പോയില്ലേ?
അവിടെ മുഹീദ്ദീൻ ശൈഖിന്റെ മനസ്സാണ്, ആ ഖൽബാണത്. അതാണ് ഖൽബ്. ബാബാ മുതുകേരോ കുതുബായി വാണോവാർ വാനം മതേരേലും കേളി മികത്തോവാർ. പിതാവിന്റെ മുതുകിൽ തന്നെ കുത്തുബായി മാറാൻ കഴിഞ്ഞ മഹാനാണ്. ഈ സക്കറിയാന്റെ മെഹ്റാബിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹാ അവര് ഏതാണ്ട് കുറച്ച് വർഷം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് പുറത്തേക്ക്. ഖുർആനിലെ മറിയം സൂറയിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി കുളിക്കാൻ വേണ്ടി പോകുന്നു ഒരു കിഴക്ക് ഭാഗത്തേക്ക്. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ബെത്ലഹേമിൽ യേശുക്രിസ്തു പിതാവ് ജോസഫ് മറിയം പൂർണ്ണ ഗർഭിണിയായപ്പോൾ അഗസ്റ്റസ് ഒക്ടോവിയൻ സീസർ അദ്ദേഹം ഒരു സെൻസസ് നടത്തി. അങ്ങനെ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം പോയെന്നും അവിടെ വെച്ച് പ്രസവിച്ചു എന്നുമാണ് ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. മത്തായിലും മാർക്കോസിലും യോഹന്നാനിലും അതില്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ. ഖുർആൻ അത് പറയുന്നില്ല. ഖുർആൻ പറയുന്നത് കിഴക്കൊരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലം ഏതെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഇവർ കുളിക്കാൻ വേണ്ടി പോവാണ്. മറിയം റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരി, ആദ്യത്തെ കറാമത്ത് കണ്ടല്ല, ഖുർആൻ പറഞ്ഞില്ല, പഴമൊക്കെ അനുഗ്രഹിച്ച് അവിടെ കൊണ്ട് കൊടുത്താണ്. ആരെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, മലക്കുകളാവാം, അല്ലെ അവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഇവര് കുളിക്കാൻ വേണ്ടി പോകുമ്പോ കുളക്കടവിൽ ചെറിയ ജലാശയമാവാം, ഒരു പുരുഷൻ നിൽക്കുന്നു, സുന്ദരനായ ഒരു പുരുഷൻ. ആ പുരുഷനെ കണ്ടപ്പോ ഇവര് പറഞ്ഞു, പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ, പോയിക്കോ, നിങ്ങൾ മാറി നിൽക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നയാളല്ല, ഞാനൊരു ദൂതനാണ്, അല്ലാഹുവിന്റെ മലക്കാണ്. നിങ്ങൾക്കൊരു കുട്ടിയെ തരാമെന്നതാണ്. അപ്പൊ മറിയം ബീവി ചോദിച്ചു, ഇത് സൂറത്ത് മറിയമിലുണ്ടല്ലോ, ഉസ്താദുമാരോട് ചോദിക്കുന്നില്ലേ? അപ്പൊ മറിയം ബീവി ചോദിച്ചു, വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ, എന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല, ഞാനൊരു മോശം പെണ്ണുമല്ല, പിന്നെങ്ങനെയാണ് ഞാൻ ഗർഭം ധരിക്കുക? നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു പുരുഷനുമായി ഞാൻ അഭിഹിത വീഴ്ചയിൽ ഏർപ്പെടണം, തൊട്ടിട്ട് പോലുമില്ല എന്നെ. ഞാനാണെങ്കിൽ ഒരു പുരുഷ സ്പർശമേൽക്കാത്ത പരിശുദ്ധ വനിതയാണ്, പിന്നെ എനിക്ക് കുട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ വന്നയാള് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അല്ലാഹ് തീരുമാനിച്ചു പോയി, മറിയം ഗർഭം ധരിച്ചു. വന്ന മലക്ക് ധരിച്ചുപോയി. പെട്ടെന്ന് ആ പെണ്ണ് ചിന്തിച്ചു, എന്താണ് ഞാൻ സംഭവിക്കുക? ഇത് നാട്ടിൽ പോയി പറഞ്ഞാൽ അവര് വിശ്വസിക്കുമോ? എന്റെ മാനം, എന്റെ ഏറ്റവും വലിയ വില പിടിച്ച മാനമല്ലേ അവര് ചോദ്യം ചെയ്യാൻ പോകുന്നത്? ഒരു പെണ്ണെന്ന നിലയിൽ അവര് പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത്ത് അല്ലാഹുവേ അവര് പറഞ്ഞു, ഇന്നി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ, ഞാനങ്ങ് മരിച്ചു പോയെങ്കിൽ എത്ര നന്നായേനെ റബ്ബേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പിടികൂടാത്ത വിധം അല്ലാഹുവേ ഇത് നീ എന്നെ മറപ്പിച്ചെങ്കിൽ നാഥാ. ഒരു പെണ്ണ് സാധാരണ പറയാനൊരു പറച്ചിലാണ്, അല്ലാഹുവേ ഒന്നുകിൽ നീ എന്നെ മരിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പിടികൂടാത്ത വിധം അല്ലാഹുവേ നീ എന്നെ അങ്ങ് മറപ്പിച്ചെങ്കിലേ നാഥാ എന്ന് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അവിടെ നിന്നൊരു വിളി വന്നു, ഒരു അശരീരിയാണ് വന്നത്. നീ വിഷമിക്കണ്ട, താഴ്ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കുക, എന്നിട്ട് ഒരു മരം കാണാം, ആ മരം പിടിച്ച് കുലുക്കുക, അതിൽ നിന്ന് പഴം വീഴും, ഈത്തപ്പഴം വീഴും. കുലി വശ്റബി, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നിന്റെ കണ്ണ് കുളിർക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ.
ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ അതുപോലെ ചെയ്തു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. മറിയം ബീവി പ്രസവിച്ച കുട്ടീന്റെ പേരെന്താ മോനെ? പറഞ്ഞോ. മറിയം ബീവിയുടെ മോന്റെ പേരെന്താണ്? പിതാവില്ലാതെ ജനിച്ച ഏക സന്തതി നബിയുനാ ഈസാ അലൈഹിസ്സലാം. നബിയുനാ ഈസാ അലൈഹിസ്സലാം കുഞ്ഞിനെ ഒക്കെ നിങ്ങൾ നോക്കിക്കേ, അത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. പോകുമ്പോ നാട്ടുകാർ ഇത് കണ്ടു. നാട്ടുകാർ ചോദിച്ചു, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. സൂറത്ത് മറിയം. യാ ഉഖ്ത ഹാറൂന, ഹാറൂന്റെ സഹോദരി. അവരുടെ പൂർവിക ഒരു ആളാണ് ഹാറൂൻ. നമ്മളിപ്പോ ഇന്ത്യക്കാര് പിന്നെ സൗദി ചെല്ലുമ്പോ ഗാന്ധിയുടെ കുട്ടി എന്ന് വിളിക്കും. ചിലപ്പോ ഗാന്ധി അവർക്കറിയാം. ഗാന്ധിയുടെ സൺ ഓഫ് ഗാന്ധി, ഗാന്ധിയുടെ കുട്ടി വന്നു. പക്ഷെ ഗാന്ധിയുടെ മകനല്ല, അതൊരു പ്രയോഗമാണ്. നമ്മള് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പ് മരിച്ചുപോയ പ്രശസ്തരായ ഭാരതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചേർത്തുകൊണ്ട് ടാഗോറിന്റെ കുട്ടി വന്നു എന്ന് പറയും. കാരണം സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതത്തിന്റെ മഹാനാണ് രവീന്ദ്രനാഥ് ടാഗോർ. സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം വാങ്ങിച്ചു കൊടുത്ത സാഹിത്യ കൃതി ഏതായിരുന്നു? അറിയാമോ? ആരാ പറഞ്ഞ? ഉസ്താദ് പറഞ്ഞു, ഗീതാഞ്ജലിയാണ്. നോബൽ സമ്മാനം ആൽഫ്രഡ് നോബൽ. അദ്ദേഹത്തിന്റെ പേരുള്ള ഡൊണാൾഡ് ട്രംപ് ദുആ ചെയ്തു അത്രേ, യാസീനൊക്കെ ഓതിയുന്ന ഈ വർഷം നോബൽ കിട്ടാൻ. കൊടുത്തില്ല അല്ലാഹു തആല. ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ ട്രംപിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ട്രംപ് ദുആരനിരിക്കാൻ, എന്ത് നോബൽ എനിക്ക് കിട്ടിയില്ല, ഒബാമയ്ക്ക് കിട്ടിയത്. ഇത് നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നല്ലേ? ട്രംപ് പറഞ്ഞതാണ്. ഗീതാഞ്ജലിക്കാണ് ടാഗോറിന് കൊടുത്തത്. SSLCക്ക് പണ്ട് പഠിക്കാറുണ്ടായിരുന്നു. അതിന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു വരി. ഞാൻ അറിവില്ല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി നിഭൃതം ഞാനത് കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. അല്ലാഹു ആണത്. ഞാൻ അറിവില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി നിഭൃതം ഞാനത് കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ഗീതാഞ്ജലിയെ ജി ശങ്കർ കുറുപ്പ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കവിതയാണ്. ഇതിനാണ് ബഹുമാനപ്പെട്ട ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയത്. ട്രംപിന് കിട്ടാത്ത സാധനമാണ്. ടാഗോർ മരിച്ചുപോയി. നല്ലൊരു മനുഷ്യനാണ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ. ആ ടാഗോറിനെ നമ്മൾ നമ്മൾ അമേരിക്കയിലോ മറ്റോ ചെന്നാൽ നിങ്ങൾ ടാഗോറിന്റെ കുട്ടിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ടാഗോറിന്റെ ആ ബഹുമാനത്തോടു കൂടിയാണ്. ഇതാണ് മറിയം ബീവിയോട് നാട്ടുകാർ ചോദിച്ചത്. ഹാറൂന്റെ സഹോദരി, കയ്യിലൊരു കുട്ടിയായിട്ട് പോവാ. നിന്റെ കയ്യിൽ കുട്ടി ഇരിക്കുന്നല്ലോ, നിന്റെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്കറിയാം, അവരാരും മോശം പ്രവൃത്തിയല്ല ചെയ്തത്, നീ എന്താ ചെയ്തത്? അപ്പൊ മറിയം ബീവി എന്ത് ചെയ്തു? മിണ്ടിയില്ല. കുഞ്ഞിലേക്ക് വിരല് ചൂണ്ടുകയാണ്. ആ കുഞ്ഞ് അപ്പോൾ വിരല് ചൂണ്ടിയപ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എന്താ പറയാ? കുഞ്ഞിനോട് ചോദിക്കേ, കുഞ്ഞിനോട് വർത്താനം പറയാ. അപ്പോൾ ആ കുഞ്ഞ് തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്ന പ്രായത്തിൽ കാലിന്റെ ചുമപ്പ് പോകുന്നതിന് മുമ്പ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് സംസാരിച്ചത് ഖുർആൻ പറഞ്ഞില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല ഇന്നി അബ്ദുല്ലാഹ് آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت
وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم قول الحق الذي فيه يمترون. പരിശുദ്ധ ഖുർആൻ ആരെങ്കാ ഖുർആൻ പറഞ്ഞേ? ഇത് വായിക്കാതെ എല്ലാ സയൻസ് കൊണ്ടങ്ങ് പറയാം. സയൻസ് എന്താ സയൻസ്? കുട്ടി ഏതെങ്കിലും കുട്ടി സംസാരം റസൂലുള്ള പറഞ്ഞില്ലേ? മുഹമ്മദ് മുസ്തഫ ബുഖാരി മുസ്ലിം റിപ്പോർട്ടാണ്. മാ മിൻ ബനി ആദമ മൗലൂദുൻ ഇല്ലാ യമസ്സുഹു ശൈത്താൻ ഹീന യൂലദ് ഫയസ്തഖില്ലു സാരിഖൻ മിൻ മസ്ഹിഹി. ലോകത്തേത് സന്താനം ജനിച്ചാലും പിശാചിന്റെ കുത്തേൽക്കാതെ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല. രണ്ട് കുട്ടി മാത്രമാണ് അങ്ങനെ ജനിച്ചിട്ടുള്ളത് പിശാചിന്റെ കുത്തേക്കാതെ. ഒന്ന് മറിയമാണ്, രണ്ട് മറിയമിന്റെ മോൻ ഈസയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അബ്ബാസ് ഉസ്താദിനോട് ചോദിക്കൂ, പെരുമറ്റത്തോട് ചോദിക്കൊണ്ടിരിക്കുന്ന ആലിമ്യങ്ങൾ ചോദിക്കൂ, അവിടെ സാഹചര്യം ഇരിപ്പുണ്ട്. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസ്. അപ്പൊ റസൂലോ മുഹമ്മദ് മുസ്തഫ നബി ഞാനും എന്ന് പറഞ്ഞില്ല, അത് വേറെ ചരിത്രത്തിലുണ്ട്. അത് നബിയുടെ ഒരു എളിമയാണ്. വലദതുഹു മഖ്തൂനൻ വമഖഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹ് മുസ്നദു. ശലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലും കണ്ണിൽ സുറുമ എഴുതപ്പെട്ട നിലയിലുമാണ് റബീഉൽ അവ്വൽ 12 രാവിലെ ആമിനാന്റെ പൊന്നുമോൻ പിറന്നു വീണത്. മുഹമ്മദ് മുസ്തഫ ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇമാം ശറഫുദ്ദീൻ അൽ-ബുസരി തങ്ങൾ പറഞ്ഞു, ഫാഖൻ നബീന, എല്ലാ നബിമാരെക്കാളും മേലെയാണല്ലോ മുത്തേ ഹബീബേ സയ്യിദ് മുഹമ്മദ് മുസ്തഫ. ഖൽഖൻ വഫീ ഖുലുഖി, ആകൃതിയിലും പ്രകൃതിയിലും അങ്ങ് മേലെയാണല്ലോ നബിയെ. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളുടെ നാമവും പഠിപ്പിച്ച് മലക്കുകളെ അത്ഭുതപ്പെടുത്തി മലക്കുകൾ ഇങ്ങോട്ട് സുജൂദ് ചെയ്യുമാറ് അറിവിൽ ഉന്നതനായ ആദമാവട്ടെ കപ്പൽ ഓടിച്ചു കൊണ്ടുപോയ നൂഹ്, ആ നൂഹാവട്ടെ ബിസ്മില്ലാഹി മജ്രാഹാ വ മുർസാഹാ എന്ന സ്റ്റീറിംഗ് കൊണ്ട് കപ്പലോടിച്ച നൂഹാവട്ടെ സമുദ്രത്തിൽ വടികൊണ്ടടിച്ചപ്പോൾ ചെങ്കടലിൽ പിളർത്തപ്പെട്ട മൂസാ അലൈഹിസ്സലാം ആവട്ടെ ഉറുമ്പകളോട് കിന്നാരം പറഞ്ഞ നബിയുനാ സുലൈമാൻ ആവട്ടെ 4 പക്ഷികളെ പിടിച്ചറുത്ത് കൂട്ടി കുഴച്ച് 4 സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് പേര് ചൊല്ലി വിളിച്ചപ്പോൾ പറന്ന് വരത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവട്ടെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അത് പറന്നു പോകത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈസാ നബി ആവട്ടെ ആരൊരു സ്വപ്നം കണ്ടാലും അതിന്റെ വ്യാഖ്യാനം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച സുന്ദരനായ യൂസുഫ് ആവട്ടെ ആമിനാന്റെ പൊന്നുമോന്റെ അറിവിന്റെ അടുത്തെത്തിയിട്ടില്ല. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, മുഹമ്മദും റസൂലുള്ളാഹിന്റെ ഇൽമ് അവർക്കാർക്കുമില്ലേ, അവിടുത്തെ ഔദാര്യം മറ്റാർക്കുമില്ലേ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഇത് മുഹീദ്ദീൻ ശൈഖിനെയും റസൂലിനെയൊക്കെ പറയുന്ന സദസ്സ. ആത്മീയത കൊണ്ട് അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹ് മാറ്റട്ടെ.
നമ്മുടെ ഞെരുക്കങ്ങൾ അല്ലാഹു മാറ്റട്ടെ, നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടട്ടെ, നമ്മുടെ രോഗം ശിഫയാക്കട്ടെ, മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ സദസ്സിന് അങ്ങനത്തെ ഒരു പുണ്യമുണ്ട്. ഈ സദസ്സിന് വല്ലാത്ത പുണ്യം. അപ്പൊ റസൂൽ പറഞ്ഞില്ല, ഞാനും ഒന്ന് പറഞ്ഞില്ല, നബി അങ്ങനെ തന്നെയാ. ഒരുപാട് അത്ഭുതം ഉണ്ടായി. മുഹമ്മദ് മുസ്തഫ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോ കരഞ്ഞില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈസാ നബി നബിയാണെന്ന് പറയാം, ഇഞ്ചിയിൽ കൊടുക്കപ്പെട്ട നബിയാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഉമ്മ മറിയമുണ്ടല്ലോ, നബിയല്ലല്ലോ. പക്ഷേ അവരും ജനിച്ചപ്പോൾ കരഞ്ഞില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദര, മറിയം ബീബി അല്ലാഹു അത്ഭുതപ്പെടുത്തി. പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ കറാമത്ത് കൊടുത്തുവെന്ന് തെളിവല്ലേ ബുഖാരി. പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ മുഅ്ജിസത്ത് കൊടുത്തെന്ന് തെളിവല്ലേ ഖുർആൻ. അത് നിർത്തി ഇനി അങ്ങോട്ടില്ല എന്ന് ഖുർആനിലുണ്ടോ? ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. 5-ാം നൂറ്റാണ്ടിന്റെ ഖുത്ബാണ് ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഖസാലി. 6-ാം നൂറ്റാണ്ടിന്റെ ഖുത്ബാണ് മുജദ്ദിദാണ് അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു. അതാണ് ഖുത്ബുൽ അഖ്താബ്. വലിയ അവരുടെ നേതാവ് ഖുത്ബുകളുടെ നേതാവ് ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പഠിച്ചു വന്ന ആളാ. അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് ഖുർആനിനാ കിട്ടുക? ഞങ്ങളൊക്കെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞ അർത്ഥം പറയാൻ പറയാം. പറയാ ഈസാ നബി പറയണേ, കരയേണ്ട സമയത്ത് പറയാ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. എന്നെ നബിയാക്കിയേ, ആക്കുമെന്നല്ല പറഞ്ഞതാക്കിയേ. കുട്ടി എങ്ങനെയാണോ നബിയാക്കിയത്, മുതുകിൽ വെച്ച് തന്നെ നബിയാക്കി പോയി. കുത്തുബുമാക്കും നബിയുമാക്കും അല്ലാഹു. അങ്ങനാണ് മുഹീദ്ദീൻ ശൈഖിനെ ബാബാ മുതുകേലും കുത്തുബായി വാണോവർ, വാനം മദീനും കേളി മികത്തോവർ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹു അല്ലാഹു കൊടുത്തൊരു ഫളിലാണ്, അനുഗ്രഹമാണ് ശൈഖിന്. ഈസാ നബി പറഞ്ഞു, വജഅലനി നബിയ മാലിയ, എന്നെ നബിയാക്കി അല്ലാഹു. വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടെയായാലും അത് ബർക്കത്ത് തന്നെയാണ്, ബർക്കത്താണ്. ഞാൻ എവിടെയായാലും ബർക്കത്താണ്. വൗസാനി, എന്നോട് വസിയത്ത് ചെയ്തു, ബിസ്സലാ, നിസ്കാരം കൊണ്ടും, വസ്സകാത്ത് കൊണ്ടും, മാദുംതു ഹയ്യാ, എന്നെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം. അപ്പൊ ഇപ്പോഴോ ആകാശത്തുണ്ട്, താഴെ വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് ഭരിക്കും, സക്കാത്ത് കൊടുക്കണം. താഴെ വരുമ്പോൾ സക്കാത്ത് കൊടുക്കണം. പക്ഷേ അവളെ നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് ചൊല്ലണം. ആ തഹിയാത്തിനകത്ത് പറയണേ, മദീനയിലെ പച്ചത്താഴിക കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുന്ന മലക്കുകൾ എത്രയുണ്ട്? ഏത് കിതാബ് എഴുതിയ പണ്ഡിതന് പറയാൻ കഴിയും. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റൗള മുഹമ്മദ് മുസ്തഫ. ആ നബിയുടെ പേര് ചൊല്ലി അത്തഹിയാത്ത് വരണം. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. നബിയുനാ ഈസാ അലൈഹിസ്സലാം. മുഹമ്മദിയ ശരീഅത്ത് ഈസാ നബിക്ക് ബാധകം. മുഹമ്മദ് മുസ്തഫ ആകാശത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് അതിന്, ഞാൻ ഐൻസ്റ്റീന്റെ തിയറി കൊണ്ട് എനിക്കത് പറയാൻ പറ്റും, പക്ഷേ ഞാൻ സയൻസ് കൂടെ പറയേണ്ടതെന്ന് വിചാരിച്ചു. നിങ്ങൾ അൽ കഹ്ഫൊക്കെ ഓതിയിട്ടില്ലേ? തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. നിങ്ങൾ എണ്ണുന്ന ഒരു ദിവസം 50,000 വർഷമായ ലോകമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാറിലേക്കൊക്കെ പോയാൽ ഞങ്ങൾക്ക് ഒരു പുസ്തകം പറഞ്ഞു തരാം, അറ്റ്ലസ് ഓഫ് യൂണിവേഴ്സ്, എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ എഴുതിയ പുസ്തകം. അത് വായിച്ചാൽ അറിയാം. നമുക്ക് 24 മണിക്കൂറൊക്കെ ഉള്ളത് 10,000 50,000 ദിവസങ്ങളുള്ള പ്രപഞ്ചത്തിലെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈസാ നബി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ ഇറങ്ങുന്ന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ദിവസമായിട്ട് മൂപ്പർക്ക് തോന്നുന്നു. നബിയുനാ ഈസാ ബൈത്തുൽ മുഖദ്ദസിൽ വരുമെന്നാണ്, അല്ലെങ്കിൽ ആ വെള്ള പിന്നെ ഡമസ്കസിൽ വരുമ്പോ അവിടെ ഇമാമ നിൽക്കുന്ന ആരാന്നറിയോ? മഹദി ഇമാമ. സുബഹിക്കാ വരിക. അപ്പൊ അദ്ദേഹം ഈസാ നബിയെ കണ്ടപ്പോ പറയും, അങ്ങനെ നിൽക്കും ഇമാമ്. അപ്പൊ അങ്ങനെ പള്ളിയിലുണ്ടല്ലോ നല്ല ആലിമീങ്ങളൊക്കെ പള്ളി വരുമ്പോ. ഇപ്പൊ ഞാനൊരു പള്ളിയില് ടൗണിൽ, ആലപ്പുഴ ടൗണിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഉസ്താദ്, ഒരു വലിയ ആലിം വന്നാൽ, സുന്നത്തെ ജമാഅത്തിന്റെ ഒരു വലിയ പണ്ഡിതൻ വന്നാൽ അവിടെ ഗ്രൂപ്പൊന്നും നോക്കില്ല.
ഒരു ആലിമ വന്നാൽ ഞാൻ കയറിയേക്കാൻ പറയും. ഇപ്പൊ നമുക്കിപ്പോ അള്ളാഹു ഇവരെ ഒരുമിപ്പിക്കട്ടെ. ആമീൻ പറ. കാലത്തിന്റെ ആശയപരമായിട്ടൊന്നുമില്ല സഹോദര, തർക്കമൊന്നുമില്ല. ഉണ്ടോ? ആശയപരമായിട്ട് എല്ലാം നല്ല തങ്കമല്ലേ. അള്ളാഹു സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ആലപ്പുഴയും ദ്വാരക്കാരുടെ അങ്ങനെ. പിന്നെ സംഘടനാപരമായിട്ട് അത് കൊച്ചാപ്പായി മൂത്താപ്പായി ഇങ്ങനെ ചെറിയ സംഘടനാപരമായി അത് നിങ്ങളാരും വിഷമിക്കട്ടെ, അങ്ങനെ ക്ലിയർ ആയിക്കോ. അത് സംഘടനാപരമായിട്ട് ചെറിയ നടക്കും. എന്റെ ഉസ്താദ് വെൺമേനാട് ഉസ്താദാ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഇപ്പോഴും ചെന്ന് അവിടെ മുത്താലിമീങ്ങളുടെ കഴിഞ്ഞ വർഷം അവിടെ പഴയ ആൾക്കാരുടെ മീറ്റിംഗ് വെച്ചു. ഞാൻ ചെന്ന് എന്റെ ഉസ്താദിന്റെ പൊരുത്തം മേടിച്ച് മുമ്പ് വെച്ച്, ഉസ്താദ് ഞാനിങ്ങനെ മുമ്പ് പോട്ടോ ഇത്രയും ദൂരത്തുനിന്ന് വന്നോ എന്റെ മോനെന്താ ഉസ്താദ്. എന്റെ ഉസ്താദ് മൂപ്പരെ ഏതൊരു സംഘടനയെ പ്രവർത്തിച്ചാലും ഉസ്താദ് മറ്റൊരു സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഒന്നും പറയാറില്ല. അങ്ങനെ നമ്മളൊക്കെ പഠിപ്പിച്ചു. എന്റെ ഉസ്താദ് ഏതൊരു ശംസുദ്ദീൻ മദനി അവരൊക്കെ എന്റെ മെയിൻ ഉസ്താദുമാരാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അപ്പൊ നമ്മുടെ സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ എല്ലാം അള്ളാഹു ദീർഘായുസ് കൊടുത്ത് ആദരിക്കട്ടെ. അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീർന്ന് അള്ളാഹു കാലത്തിന്റെ ആവശ്യമാണ് ഒരുമിപ്പിക്കട്ടെ. ഞാൻ അങ്ങനെ എന്റെ പള്ളിയിലും ദ്വാരക്കാരും, കാരണം നമ്മൾ അങ്ങനെ നമ്മൾ എത്രയോ മുത്താലിങ്ങളുണ്ട്. അൽഹംദുലില്ലാ പഠിച്ചു വരുന്ന മുത്താലി അബ്ബാസ് മുസ്ലിയാർക്ക് പഠിച്ച കുട്ടിയൊക്കെ ഡിഗ്രി എടുത്തു പോയി. നമുക്ക് ബർക്കത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ വലിയ ആലിമീങ്ങൾ വന്നാൽ ഒന്ന് കയറി എന്ന് പറയില്ലേ? അതുപോലെ മഹദി ഇമാം നിസ്കരിക്കുമ്പോ ഈസാ അലൈഹിസ്സലാം നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഈസാ നബിയെ കാണുമത്രേ. ആരാണ് വരുന്നത്? മറിയം റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോനാണ്. ഇഞ്ചീല് കൊടുക്കപ്പെട്ട നബിയാണ്. നബി റസൂലേ ഇമാം നിൽക്കണം എന്ന് പറയുമ്പോ ഈസാ അലൈഹിസ്സലാം പറയുമത്രേ, ഞാൻ നിൽക്കില്ല, നിങ്ങൾ നിൽക്കണം ഇമാം. നിങ്ങൾ മുഹമ്മദ് മുസ്തഫാന്റെ പേരക്കിടാവാണ്, മുഹമ്മദ് മുസ്തഫ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകൻ മഹദി ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുമെന്ന് ഹദീസുകളിലും ചരിത്രങ്ങളിലും കാണാൻ കഴിയുമെങ്കിൽ എത്രയെത്ര ഫضലുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, എത്രയെത്ര ശ്രേഷ്ഠതകൾ കാണാൻ കഴിയുന്നതാണ്. അതാണ് ഈസാ നബി പറഞ്ഞത്, ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സക്കാത്ത് കൊടുക്കാനും നിസ്കരിക്കാനും കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. അപ്പൊ ഇനി ഇറങ്ങി വരും ആകാശത്ത് നിസ്കരിക്കുന്ന രീതി നമുക്കറിയില്ല. അത് അല്ലാഹു തആല എങ്ങനെങ്കിലും നിസ്കരിപ്പിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ ആകാശത്ത് പോകുമ്പോ അവിടെ ചെല്ലുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ മുസ്ലിമും ബുഖാരിയൊക്കെ നോക്കിങ്ങളെ ആളവിടെ. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്കല്ല ബുദ്ധിയില്ല. മസ്ജിദ് അഖ്സയിലുള്ളപ്പോ അവിടെയും ഉണ്ടല്ലോ എല്ലാ നബിമാരുടെ കൂട്ടത്തിലും അവിടെ വന്നു ഈസാ അലൈഹിസ്സലാം. ഖുർആൻ പറഞ്ഞു പോയി, വൈദ ഖദല്ലാഹു മിഥാഖൻ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅക്കും ലതുമിനുന്ന ബിഹി വല തൻസുറുന്നഹു ഖാല അഖറർതും വഖൽതും അലാ ദാലിക മിസ്രി ഖാലു അഖറർനാ ഖാല ഫശ്ഹദു വഅന മഅക്കും മിനശ് ഷാഹിദീൻ. സൂറ ആൽ ഇംറാൻ. അർത്ഥം പറയാൻ സമയമില്ല. ആ നബിമാരെല്ലാം അവിടെ വന്നു ബൈത്തുൽ മുഖദ്ദസിൽ. ഞാൻ അവിടെ പോയ താഴെ സ്ഥലത്ത് റസൂലുള്ളാഹി ഇമാമാ നിസ്കരിച്ച സ്ഥലമുണ്ട്, ഖുബ്ബത്തു സഖറ. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ ഓരോരുത്തരും ഇങ്ങനെ തിക്കും തിരക്കുവാ. ഇപ്പൊ യുദ്ധമൊക്കെ തീർന്നാ പോവാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ചെന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ മുത്ത റസൂൽ നിസ്കരിച്ച സ്ഥലം. അവിടെ ബാക്കിൽ നിന്ന് അത് VIP ഇമാം എന്നതാണ്, സാധാരണക്കാരൻ അഡ്മിഷനാ. ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി. അപ്പൊ ഈസാ നബി ഇവിടെ വന്നില്ലേ? അവിടെ തീർന്നില്ല. വസ്സലാമു അലയ്യ യൗമ വലത്തു വയൗമ അമൂതു വയൗമ ഉബ്അഥു ഹയ്യാ. ഞാൻ ജനിച്ച ദിവസം അനുഗ്രഹമാണ്, ഞാൻ മരിക്കുന്ന ദിവസം അനുഗ്രഹമാണ്, പുനർജന്മം നൽകുന്ന ദിവസത്തിലും എനിക്ക് അനുഗ്രഹമാണ് ഈസാ നബി പറഞ്ഞുപോയി. അതുകൊണ്ട് ജനിച്ച സമയത്തെ കറാമത്ത് കാണിക്കലും സംസാരിക്കലും ഈസാ നബിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവാം. നോമ്പ് നോൽക്കുന്ന സമയത്ത് ഉമ്മയിൽ നിന്ന് മുലപ്പാൽ കുടിക്കാതെ റമദാൻ മാസത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റമദാനിന്റെ പകലിന്റെ പവിത്രതയെ പാലിച്ചുവെങ്കിൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ശരീഅത്തിന്റെ പൂർണ്ണതയിലേക്ക് പോയപ്പോൾ, തരീഖത്തിന്റെ പൂർണ്ണതയിലേക്ക് പോയപ്പോൾ, ഹഖീഖത്തിന്റെ പരിപൂർണ്ണ പടവുകളിലേക്ക് പോയപ്പോൾ, അല്ലാഹുവിലേക്ക് ഖൽബ് തുറന്നു വെച്ചപ്പോ കഫാക റബ്ബുക കം യക്ഫീക വാകിഫതാ കിഫ്കാഫുഹാ കകമി നിങ്കാല നിങ്കലിക. അല്ലാഹു
അല്ലാഹുവിലേക്ക് ആ ഖൽബെത്തിയപ്പോൾ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖദമി അലാ റഖബ ഫിൽ ഔലിയാഇ തുറാ ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കാലിന്റെ അടിയിലാണെന്ന് പറയുമാറ് അല്ലാഹു ശ്രേഷ്ഠവാനാക്കിയ ആളാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന അതാ മനസ്സിലായോ? ഈ സാഹചര്യം സംസാരിച്ചില്ലെന്ന് പറയാൻ പറ്റും. ഈ ബൈത്തുൽ മഖ്ദിസിൽ പോയിട്ട് മറിയം ബീവിയുടെ ഖബറൊക്കെ അവിടെ ഉണ്ട്. അവിടെ പള്ളിയിലെല്ലാം തൊട്ടപ്പുറത്ത്, പക്ഷേ ക്രിസ്ത്യൻ പിന്നെ അവരുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി അവിടെ ഉണ്ട്, ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നേറ്റിവിറ്റി ചർച്ച് ഉണ്ട്, യേശു ജനിച്ച സ്ഥലം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലീനയാണ് നിർമ്മിച്ചത് 4-ാം നൂറ്റാണ്ടിൽ. റസൂൽ ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് മുസ്തഫ ജനിക്കുന്നതിന് മുമ്പ് ആ പള്ളി ഇപ്പോഴുണ്ട്. ആ പള്ളിയുടെ പുറത്ത് റോഡ്, അതിന്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഉമർ എന്നാണ്, ഉമർ പള്ളി. അപ്പൊ എന്താ ഈ ക്രിസ്ത്യൻ പള്ളി, അപ്പുറത്ത് ഉമർ പള്ളി. ഉമർ റളിയല്ലാഹു അൻഹു ഈ പള്ളിയിൽ വന്നു, ക്രിസ്ത്യൻ പള്ളിയില്. അദ്ദേഹം AD 634 ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹത്തിന്റെ അധീനതയിൽ വന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഈ പള്ളി വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ചിന്തിച്ചു, ഇദ്ദേഹം എങ്ങനെ ആയിരിക്കും ഞങ്ങളോട്. അപ്പൊ പാത്രിയാർക്കീസും ബിഷപ്പും അച്ഛന്മാരും എല്ലാം ഇദ്ദേഹത്തെ ഇങ്ങനെ കാത്തുനിന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോ ഇറാനും പേർഷ്യയും ബാബിലോണിയും മെസോപ്പൊട്ടാമിയ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള മിക്ക പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ അധീനതയിലും ആഫ്രിക്ക, യൂറോപ്പ് ഒക്കെ വന്നു. അതിന്റെ ഭരണാധികാരിയാണ് ഹസ്രത്ത് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ അച്ഛന്മാരെ സ്നേഹത്തിൽ സ്വീകരിച്ചു. അല്ലയോ മഹാനായ ഖലീഫ കടന്നു വന്നാൽ ഖലീഫ വരുന്ന പ്രസിഡന്റ് ആണ്. അകത്ത് വന്നു സാധാരണ വേഷം, അതൊക്കെ കണ്ടു. അവിടെയാണ് ഞങ്ങൾ യേശു ജനിച്ചത്, ഞങ്ങളെ ഈ സലബിയാണ് കേട്ടോ ഞങ്ങൾ യേശു പറഞ്ഞു. അപ്പൊ അസറിന്റെ സമയമായി, നിസ്കരിക്കണ്ടേ? അപ്പൊ പറഞ്ഞു എനിക്കൊന്ന് നിസ്കരിക്കണല്ലോ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവര് പറഞ്ഞു, അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളൊന്ന് വൃത്തിയാക്കിയ സ്ഥലം. അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് മൊസൈക്കൊക്കെ ഇട്ട ഹെലീനയുടെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലീന 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉമർ അവിടെ സന്ദർശനം നടത്തുമ്പോൾ ഉമർ ചെന്നതുകൊണ്ട് പ്രത്യേകം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി സുഗന്ധവും പൂശിയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ കൂടെ സ്കരിക്കാൻ ഒരു മുന്നിട്ടുണ്ട്. ഉമർ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇവിടെ സ്കരിക്കത്തില്ല. അപ്പുറത്തോട്ട് മാറിയിട്ട് നിസ്കരിച്ചു. അവിടെ പള്ളി മസ്ജിദ് ഉമർ പള്ളി. അപ്പൊ ചോദിച്ചു, എന്താ ഞങ്ങളുടെ പള്ളിയിൽ അങ്ങ് നിസ്കരിക്കാത്തത്? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞത്, എനിക്ക് നിസ്കാരം സാധുവാവാത്തോണ്ടൊന്നുമല്ല. ക്രിസ്ത്യൻ പള്ളി നിസ്കരിച്ചാൽ ഉമറിന്റെ നിസ്കാരം ശരിയാവും. പക്ഷെ ഉമർ നിസ്കരിച്ചാൽ അത് ചരിത്രത്തിൽ എഴുതപ്പെടും. ഇത്രാം തീയതി ഇന്ന മാസം ഇന്ന നിസ്കാരം ഈ പള്ളിയിൽ നിസ്കരിച്ചു. പിൽക്കാലത്ത് ഏതെങ്കിലും കുറച്ച് മുസ്ലിങ്ങൾ വന്നിട്ട് ഇത് ഞങ്ങളെ ഉമർ നിസ്കരിച്ച പള്ളിയാന്ന് പറഞ്ഞ് തകർത്തിട്ട് അവരൊരു മുസ്ലിം പള്ളി സ്ഥാപിച്ചാലോ എന്ന് ഭയം കൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തതെന്ന് ദീർഘവീക്ഷണമുള്ള ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമറിന്റെ ആ എഗ്രിമെന്റ് അതിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ ചെന്നാലും കാണാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ഇപ്പോഴും ആ പള്ളിയുടെ അടുത്തുണ്ട്. ഇവിടെ ക്രിസ്ത്യൻ പള്ളി, അപ്പുറത്ത് മസ്ജിദ് ഉമർ. അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ആളാണ്. അത്രയും സൂക്ഷ്മതയുള്ള ഖലീഫയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹം നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ ഞാൻ സംസാരിച്ചങ്ങ് പോകും. കുറച്ചുകൂടെ പോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈമാൻ കൂടിയൊരു സമയമുണ്ട്. എപ്പോഴും ഈമാനാണ് കൂടിയത്. ചില സന്ദർഭം പറയാൻ സംഭവം പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. അബൂബക്കർ സിദ്ദീഖുമായി രണ്ടുപേരേ ഉള്ളൂ. ഇവരുടെ നിഴല് കണ്ടാൽ വധിക്കാൻ, അവരെ കൊന്ന് കൊണ്ടു കൊടുത്താലോ ജീവനോടെ കൊടുത്താലോ 100 ഒട്ടകം 200 ഒട്ടകം പ്രഖ്യാപിച്ചിരിക്കുക മക്കയിലെ ഖുറൈശികൾ. അത്രയും പിടികിട്ടാപ്പള്ളി എന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചിരിക്കുക. അവർ രണ്ടുപേരും കൂടെ ചെങ്കടലിന്റെ തീരത്തോട് ഇങ്ങനെ പോവാ. ബുഖാരി 2 നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ പ്രഖ്യാപനം കേട്ടപ്പോ സുറാഖത്ത് ബിൻ മാലിക് എന്ന പേരുള്ള ഒരു ചങ്ങാതിയുണ്ട്. അദ്ദേഹം മക്കക്കാരനാണ്.
പിടിച്ചു കിട്ടിയ 200 ഒട്ടകം. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ആ ചിന്ത, ഇത് ഭയങ്കര കുതിര സവാരിക്കാരാണ്. അപ്പോ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, 2 ആൾക്കാര് ഇങ്ങനെ പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഇവരിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുകയാണ്. ഒരു 2 പേര് പൊക്ക, ഒരാൾ ഇങ്ങനെ വരും, നല്ല സുന്ദര സുമുഖനാണ്, റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വലിയ വണ്ണമൊന്നുമില്ല, അല്പം മെലിഞ്ഞ ആളാണ്. ഇവർ 2 പേരും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? 2 ഒട്ടകപ്പുറത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, 2 പേര് നിങ്ങൾ പറഞ്ഞതുപോലെയാണെന്ന് തോന്നുന്നു, ചെങ്കടലിന്റെ തീരത്തൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ സുറാഖത്ത് ബിൻ മാലിക് എന്ത് ചെയ്തു? മറ്റാരും അങ്ങോട്ട് അന്വേഷിച്ച് പോകാതിരിക്കാനും ഈ പിടിച്ചുകൊടുത്ത 200 ഒട്ടകം തനിക്ക് കിട്ടാനും വേണ്ടി എന്ത് ചെയ്തു? താനൊന്നും പറഞ്ഞില്ല. അതെനിക്കറിയാം, അത് വേറെ 2 പേരാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിൽ കൂടെ ഒട്ടകത്തെ ഒരു കുതിര എടുത്തിട്ട് വേഗത്തിൽ പോകാൻ കഴിയുന്ന നല്ലൊരു മുന്തിയ കുതിരയും എടുത്ത് ഒരു കുന്തവും പിടിച്ചുകൊണ്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും പിന്തുടർന്നു. നിങ്ങൾ വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പിന്തുടർന്നപ്പോ ചെങ്കടലിന്റെ തീരത്താണ്. അബൂബക്കർ ഇങ്ങനെ പിറങ്ങോട്ട് നോക്കുന്നുണ്ട്, റസൂല് മുമ്പിലോട്ട് തന്നെയാണ്. സുറാഖ നോക്കുമ്പോൾ 200 ഒട്ടകം തന്റെ മുമ്പിൽ 2 പേരെയും കണ്ടിരിക്കുന്നു. കുന്തം പൊത്തിപ്പിടിച്ചു കുതിരയുമായി വന്നപ്പോൾ കുതിരയുടെ ബാലൻസ് തെറ്റി നിലത്ത് വീണു. അപ്പൊ മണ്ണിന്റെ ഉറപ്പില്ലായ്മ കൊണ്ടാവാമെന്ന് കരുതിയിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി നിർത്തി കുതിരയെ തെളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സുറാഖത്ത് ബിൻ മാലിക് പെട്ടെന്ന് ആ കുതിര എടുത്തിട്ട് ഒന്നുകൂടെ സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും മുമ്പോട്ട് കുറച്ച് പോവുക, വീണ്ടും താഴെ. 2-3 തവണയായപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പന്തികരുണ്ട്. അപ്പൊ റസൂൽ അബൂബക്കർ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നബിയെ സുറാഖ വരുന്നില്ലെന്ന്. വരട്ടെന്ന് പറഞ്ഞു. വന്നു. അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കണം. ഇന്നത്തെ അമേരിക്ക പോലെ അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ, അതായത് അന്നത്തെ പേർഷ്യ. ഇന്നത്തെ അമേരിക്ക പോലെ, അതായത് അലക്സാണ്ടർ ഒക്കെ വന്ന സ്ഥലമാണത്. അത്രയും വലിയ സ്ഥലമാണ്. ഇവർ 2 പേരും പോകുന്നത് ജീവൻ ഭയന്നിട്ടുള്ള ആ പോക്ക് പോലെ. അവർക്ക് ഭയമൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ പോക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയുടെ നേരെ തിരിഞ്ഞ് ഒരൊറ്റ നോട്ടമാണ്. നോക്കിയിട്ട് പറഞ്ഞു, കൈഫ ലബിസ്ത സിവാർ കിസ്റ യാ സുറാഖ. നബി മുഹമ്മദ് മുസ്തഫ, ബുഖാരിയുടെ ഹദീസ്. സുറാഖ, നിന്റെ കയ്യിൽ പേർഷ്യൻ ഭരണാധികാരി ധരിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ വള അണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ഈ 2 പേരും പോകുമ്പോ തന്നെ അള്ളാഹുവിന്റെ സഹായമല്ലാതെ ഒന്നുമില്ല, ഭക്ഷണം പോലുമില്ല. ഒരു മുസ്ലിമിന് ഉറക്കം ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല, നിസ്കരിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണത്. അവസാനം സുറാഖ തിരിച്ചുപോയി. മക്കം ബന്ധഹിന്റെ അന്ന് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 30,000 വരുന്ന സൈന്യങ്ങളുമായി ബാബിലോണിയ, മെസോപ്പൊട്ടാമിയ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ് അതിന്റെ മീതെ പറന്നുകൊണ്ട് ഇന്നത്തെ ഇറാനിലെത്തുകയാണ്. അന്ന് ഇറാൻ 7 cities ആണ്, 7 നഗരങ്ങളാണ്. അതിലെ ഏറ്റവും വലിയ സിറ്റി മദായിൻ എന്ന സിറ്റി ആയിരുന്നു ക്യാപിറ്റൽ ഓഫ് ഇറാൻ. നിങ്ങളുടെ GPT ചാറ്റൊക്കെ നോക്കിയാൽ കാണാം. സഅദിന്റെ മിന്നലാക്രമണവും സൈന്യവും പേർഷ്യൻ സൈന്യത്തിന്റെ ആനകളെ വരെ കൊണ്ടുവന്നു യുദ്ധത്തിന്. പക്ഷേ തോറ്റുപോയി. സഅദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ കോസ്റോസിന്റെ ഈ പേർഷ്യയുടെ ഭരണാധികാരിയുടെ ക്യാപിറ്റലാകുന്ന തലസ്ഥാനമാകുന്ന മദായിനിന്റെ ഉള്ളിൽ കോട്ടയ്ക്കകത്ത് ചെന്നപ്പോൾ സ്വർണ്ണ നൂല് പോലെ മനോഹരമായ നൂല് കൊണ്ട് നെയ്ത പരവതാനി, വലിയ രക്തങ്ങൾ പതിച്ച കിരീടം, പെട്ടി നിറച്ച് സ്വർണത്തിന്റെ ദീനാർ, അയാളുടെ ഔദ്യോഗിക ചിഹ്നമാകുന്ന വള, അതൊരു ഔദ്യോഗിക ചിഹ്നമായിരുന്നു. ആ വള എന്ത് ചെയ്തു? സ്വർണവും എല്ലാം കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസിന്റെ മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടായില്ല. കുറച്ചെടുത്ത് തന്റെ പോക്കറ്റിൽ ഇടാമെന്ന് കരുതിയില്ല. ഉടനെ ഖുർആനാണ് ഓതിയത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര തോട്ടങ്ങളാണ്, എത്ര നഗരങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്. അവർക്ക്
ശേഷം വന്നവർ അനന്തരമെടുത്തു എന്നർത്ഥം വരുന്ന ആയത്ത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് അദ്ദേഹമോട് സുജൂദിൽ വീണു. ഈ ദീനാറുകളും പരവതാനിയും ഈ വളയുമടക്കം മദീനയിലേക്ക് കൊണ്ടുപോയി ഉമറിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിലേക്ക് കൊടുത്തപ്പോൾ പെട്ടി നിറച്ച് സ്വർണ്ണ നാണയങ്ങളാണ്, വില കൂടിയ പരവതാനിയാണ്, പവിഴവും രക്തവും പതിപ്പിച്ച കിരീടമാണ്. അല്ലാഹുവേ, ഇതാരുടേതാണ്? പേർഷ്യൻ ഭരണാധികാരിയുടേതോ? നേരെ ചെന്ന് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉമറിന്റെ ഒരു ദുആണ്ട്. അല്ലാഹുവേ, നിന്റെ ഏറ്റവും ശ്രേഷ്ഠവാനായ, നീ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും ശ്രേഷ്ഠവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് നീ നൽകിയില്ലല്ലോ നാഥാ. നബിക്ക് ശേഷം വന്ന അബൂബക്കർ സിദ്ദീഖിന് ഇത് കൊടുത്തില്ലല്ലോ ഖാലിഖേ. സാധുവായ ഉമറിനാണല്ലോ ഇത് തന്നത്. ഇത് പരീക്ഷണമാണോ റബ്ബേ? നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട് ആ പരവതാനി അലി ഇബ്നു അബീ താലിബിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് മുറിച്ച് വീതിക്കുകയും സ്വർണ്ണ ദീനാറുകൾ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും ബാക്കി ബൈത്തുൽ മാലിൽ സൂക്ഷിക്കുകയും എന്നിട്ട് വളയെടുത്തിട്ട് ഉമർ നടക്കുകയാണ് അങ്ങാടിയിലൂടെ. അയിന സുറാഖ? എവിടെ സുറാഖ? എന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ, അബൂബക്കറുമായി വന്നപ്പോൾ, എന്റെ നബിയെ കുന്തവുമായി വധിക്കാൻ വന്ന മക്കം ഫതഹിന്റെ മുസ്ലിമായ സുറാഖ എവിടെയാണ്? കഴിക്കാൻ ആഹാരമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത നേരത്തെ ഒട്ടിയവരമായി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പേർഷ്യൻ ഭരണാധികാരിയുടെ വള നിന്റെ കയ്യിലണിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചില്ലേ? ഇതാ ആ വള, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ഇതാ വ്യക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുറാഖയുടെ കയ്യിൽ ആ വള അണിയിപ്പിച്ചിട്ട് പേർഷ്യൻ ഭരണാധികാരി, പേർഷ്യൻ ചക്രവർത്തി ധരിക്കുന്ന വസ്ത്രം ധരിപ്പിച്ചിട്ട് മദീനയിലെ തെരുവിലൂടെ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയത് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ എല്ലാവരും ഉണ്ട്. വിഷയത്തിൽ പെടാത്തൊരു കാര്യം പറഞ്ഞു. ഇതെന്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ പോലും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുണ്ട്. എന്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളാണ്, നമ്മൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെഴുതിയ അവർ പോലും പറഞ്ഞ സംഭവം എന്താണെന്നറിയോ? ഉമർ ഖത്താബ് ഖുതുബ അറബിയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ വിഷയത്തിൽ നിന്ന് മാറിയതുപോലെ യാ സാരിയാ അൽ ജബൽ അൽ ജബൽ അൽഹംദുലില്ലാഹ് الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ഖുതുബ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ വിഷയം ഒന്ന് മാറിയതുപോലെ യാ സാരിയാ അൽ ജബൽ അൽ ജബൽ സാരിയ, ആ പർവ്വതം എന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് പറയാം. സഹാബത്ത് മൊത്തം നോക്കി ഇതെന്താ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യം നമ്മൾ പറയും. ഖുതുബ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഇന്നത്തെ ഖുതുബയിൽ വിഷയം മാറിപ്പോയോ? ഇടയ്ക്ക് സാരിയ സാരിയ എന്നൊരാളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തേ അത്? ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, IPH പോലെ എഴുതിയിട്ടുണ്ട് ഈ സംഭവം. അപ്പൊ ചോദിച്ചു എന്താണത്? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ അറിയുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് നിന്ന് യുദ്ധം കഴിഞ്ഞ് സാരിയത്ത് റളിയല്ലാഹു അൻഹു വരികയാണ്. സഹാബിയാണ് സാരിയ. അദ്ദേഹത്തിന്റെ കൂടെ പട്ടാളക്കാരുമുണ്ട്. യുദ്ധം വിജയിച്ചാണ് വരുന്നത്. സ്വീകരിക്കാൻ ഉമറിന്റെ ഖുതുബ കേട്ട റളിയല്ലാഹു അൻഹു ആൾക്കാർ ചെന്നു സ്വീകരിക്കാൻ. ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എനിക്കല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, അള്ളാഹുവിനെ നന്ദി പറഞ്ഞ ശേഷം ഉമറിന് നന്ദി പറയുക. അതെന്തേ ഉമർ ഇവിടല്ലേ നിന്നത്? ഉമർ ഇവിടെ നിന്നെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കളത്തിൽ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആരെയും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഇബാദത്തിന് വേണ്ടി സമയം നീക്കിവെച്ചപ്പോൾ ഞങ്ങൾ നിന്ന മലയുടെ പിൻഭാഗത്ത്
നാടിയിൽ നിന്ന് അസ്ത്രം എടുത്തുകൊണ്ട് ഞങ്ങളുടെ നെഞ്ചിന്റെ നേരെ ഒരു സംഘം ശത്രുക്കൾ ഉന്നം പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സൈനിക ഓഫീസർമാരോ ഞങ്ങളുടെ പാറാവുകാരോ ഒരാളും കണ്ടില്ല. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, യാ സാരിയ അൽജബൽ അൽജബൽ, സാരിയത്തെ മല, സാരിയത്തെ മല. സാരിയ യുദ്ധം ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്ന് 100 കണക്കിന് നാഴികക്കപ്പുറയുള്ള മദീനയിലെ മിമ്പറിന്റെ 3ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ കണ്ണുകൊണ്ട് ആ സ്ഥലം കാണുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഹദീസിലുണ്ടെങ്കിൽ, എന്റെ പ്രിയ സ്നേഹിതന്മാർ, ജമാഅത്ത് ഇസ്ലാമികൾ IPH പോലും ആ കറാമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആ കറാമത്ത്, ആ മുഅ്ജിസത്ത് കറാമത്തുകളായ അവിടുത്തെ മഹാന്മാരിലെത്തും. അങ്ങനെ എത്തിയ മഹാനാണ് ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളെന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതുകൊണ്ട് സിദ്ദീഖ് എന്ന പേരുണ്ട്. ഫാറൂഖ് ഉമറിന്റെ സന്താന പരമ്പരയിലെത്തും, അതുകൊണ്ട് അദ്ദേഹത്തെ ഫാറൂഖ് എന്ന് വിളിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സന്താന പരമ്പരയിൽപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അഫ്ഫാനി എന്ന് വിളിക്കും. അത്രയും ശ്രേഷ്ഠവാനാണ് ഖുത്ബുൽ അഖ്താബ് ശൈഖ് സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം പറയാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സ് ഞാനിങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ പറഞ്ഞു, നമുക്ക് സമയങ്ങളൊക്കെ നോക്കണമല്ലോ. ഇപ്പൊ റോഡ് സാധാരണ NH-17 നമ്മൾ വണ്ടി ഓടിച്ച് മുമ്പ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ പിന്നെ അങ്ങനെ ചുറ്റി വേണം വരാൻ. ഇവിടെ റോഡ് പണിയാണ്. പിന്നെങ്കിലും അൽഹംദുലില്ലാ കൃത്യസമയത്ത് എത്തുകയും എന്റെ ബഹുമാന്യ സ്നേഹിതൻ അടിയ സിദ്ദീന്റെ വീട്ടില് എന്റെ കുടുംബമായിട്ട് ഞാൻ വന്നത് കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ പറ്റി. അള്ളാഹു ആ വീട്ടിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാണ്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ സിദ്ദീഖ് സാഹിബ്, ഞാൻ ഇവിടെ വരുമ്പോഴല്ല എനിക്ക് പരിചയം. അധ്യക്ഷൻ അദ്ദേഹം ഞാൻ പിന്നെ പെരുമ്പിലാവ് ജോലി ചെയ്യുമ്പോ ഒരു ദിവസം വരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, അതിന് അവതാരിക എഴുതാം. പുസ്തകത്തിന്റെ പേരെന്താണ്? മദീനയിൽ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ഞാൻ അങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു സഹോദര? അപ്പൊ ഞാനും വളരെ ചെറുപ്പമാണ്. അപ്പൊ എനിക്ക് റസൂലിനോട് വലിയ ഇഷ്ടമാണ്. ഞാൻ റസൂലിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നു. അപ്പൊ ആ പുസ്തകത്തിൽ ഞാനൊന്നൊരു അവതാരിക എഴുതി. ഞാനൊന്ന് ബദർവള്ളിയിലൊന്നും വന്നിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ പുസ്തകം ഇറങ്ങി. ഇപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകം പണം ചെലവഴിച്ച് അത് പ്രസിദ്ധീകരിക്കാൻ നിരവധി ബുക്ക് സ്റ്റാളുകൾ, പ്രസാധകർ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിരവധി 10-ലധികം ഗ്രന്ഥങ്ങൾ, 12-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു പ്രിയപ്പെട്ട സുന്നത്തെ ജമാഅത്തിന്റെ കർമ്മധീരനായ ഒരു പ്രവർത്തകരാണ് സിദ്ദീഖ് സാഹിബ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട നദീറിന്റെ വാപ്പയുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകളൊക്കെ വിശാലാക്കട്ടെ. എന്റെ ഉമ്മയും 2 കൊല്ലം തികഞ്ഞിട്ടില്ല, മരണപ്പെട്ടു പോയി. നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ വാപ്പ വളരെ നേരത്തെ മരിച്ചു പോയതാണ്. പിന്നെ 44 വയസ്സേ ഉള്ളൂ വാപ്പ മരിക്കുമ്പോൾ. വാപ്പക്ക് 44 വയസ്സ്. എന്റെ ഉമ്മ മരണപ്പെട്ടത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദുൽഹിജ്ജ് 19-നാണ്. 2 കൊല്ലം ആയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വർഷം കഴിഞ്ഞു. ഇപ്പോ ദുൽഹിജ്ജ് കഴിഞ്ഞിട്ട് അടുത്ത റബീഉൽ ആഖിറത്തിൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇപ്പൊ പവർ നസീറോട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാണുക, ഒരു തൊപ്പിയൊക്കെ ഇട്ട് കഷണ്ടി മറച്ചു വെച്ച തൊപ്പിയിട്ടുണ്ട് ഈ ഫ്രണ്ടിക്ക. റമദാൻ മാസത്തിൽ ഞാൻ ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ വെളുപ്പാൻ കാലത്ത് എവിടെങ്കിലുമൊക്കെ തിരുവൂര് മലപ്പുറത്തൊക്കെ പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് വെളുപ്പിനെ 4 മണിക്കില്ലേ 3 മണി നിൽക്കും. എന്തിനാന്നറിയാം? അവിടെ ചൂടപ്പം കിട്ടും, അത്താഴം കഴിക്കുന്നില്ല. നസീറിന്റെ ഭാര്യ ഫാത്തിമ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ 4 മണിക്ക് ആ കടയിൽ നിന്ന് വന്ന് 2 ചൂടപ്പം ഒരു ചായം കുടിച്ചില്ലെങ്കിൽ നസീറിന് നോമ്പം കൊണ്ട് ശരിയാവില്ല. അവിടെ വന്ന് നിന്ന് ആ ചൂടപ്പം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് അവിടെ വരും. എന്നിട്ട് ഞാൻ പറയും, നിനക്ക് ആളെപ്പോഴും സ്മാർട്ടാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ വാപ്പ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവും, അതേപോലെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ. അള്ളാഹു നസീറിനെ പ്രത്യേകിച്ച് ഓർക്കാതെ പറ്റില്ലല്ലോ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നസീറിന്റെ ഭാര്യയും ഒരുപാട് ഭക്ഷണം അവരുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അവർക്ക് ആ മക്കള്, മോനെ ഗൾഫിൽ നിന്നൊക്കെ വന്നപ്പോ എന്നെ വിളിച്ചിരുന്നു, മകന്റെ കല്യാണത്തിനൊക്കെ വരാൻ പറ്റും. എനിക്ക് ചോറ് ഒരുപാട് കൊണ്ടുതന്ന നാസറിനെ ഞാൻ ഇപ്പൊ കണ്ടു. ഇപ്പൊ ആളങ്ങ് സുന്ദര സുമകനായി.
ഇത്രയും നിറം വെച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അത്ഭുതം. രാസർ ഇങ്ങനെ ഒരു വശം ചരിഞ്ഞിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഭക്ഷണമായിട്ട് വരും. ചിലപ്പോ അപ്രതീക്ഷിതമായ ഏതെങ്കിലും ദിവസം പൈസയെ മറ്റായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ വെച്ച് താറാമുട്ടക്കറിയും പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അവര് മരണപ്പെട്ടു. ഒരു മോളുണ്ട് അല്ലേ, കുറെ കൊല്ലമായി കണ്ടിട്ട്. മോനുണ്ട്, നാസറിന്റെ മോനെ. എനിക്ക് രസ്യം അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് പേര് അള്ളാഹുവേ ഞങ്ങളെ നീ മരിപ്പിക്കുമെന്നറിയാം, നിങ്ങൾക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മുഹീദ്ദീൻ ശൈഖിന്റെ സദസ്സിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്താ നല്ല കാര്യം ചെയ്യാം? എല്ലാ മാസവും ഞങ്ങൾ ഇങ്ങനെ മജ്‌ലിസ് സംഘടിപ്പിച്ച് ഭക്ഷണം കൊടുക്കും. എത്ര ചെലവ് വരും? ഒരു മാസത്തിൽ 10,000 ചെലവ് വരും. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ ആഖിർ മുതൽ അടുത്ത റബീഉൽ ആഖിർ 12ന്റെ ഉള്ളിൽ ഇവിടെ നടക്കുന്ന മജ്‌ലിസിലേക്ക് ഒരു 10,000 രൂപ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഓഫർ ചെയ്താൽ മുഹീദ്ദീൻ ശൈഖിന്റെ സദസ്സ് വളരെ ദ്വാരക്കം പഠിച്ചവനെ അങ്ങനെ